ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് വെറൈറ്റി ഐഡിയാസ് ആയിട്ടാണ്. എന്നും വരുന്നത് പോലെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ കുറേ സജഷൻസൊക്കെ കണ്ടു കേട്ടോ. അതെല്ലാം ഞാൻ പതിയെ പതിയെ ശരിയാക്കി കൊണ്ടുവരാം കേട്ടോ. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കാം. ഇതാ ഫസ്റ്റ് തന്നെ എടുത്തിട്ടുള്ളത് ബോട്ടിലിൻ്റെ അടുപ്പാണ്. ഏത് ബോട്ടിലിലായാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതാ മരുന്ന് ബോട്ടിലിലാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ഇതേപോലത്തെ ബാമ്പു സ്ക്വയർസാണ് കേട്ടോ. ഇതിൻ്റെ 3 എണ്ണത്തിന് ഒറ്റൊരു സ്റ്റിക്കാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റിക്കിൻ്റെ സൈഡിൽ മറ്റൊരു സ്റ്റിക്ക് ഒട്ടിച്ചിട്ട് അടുത്തതും കൂടി ഒട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഒറ്റൊന്നാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ 3 എണ്ണം വേണേ. പിന്നെ ബോട്ടിൽസിൻ്റെ അടുപ്പെടുക്കുമ്പോൾ ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. 4 ആണെങ്കിൽ 4 എടുക്കാം, 3 ആണെങ്കിൽ 3 എടുക്കാം, അതിൽ കൂടുതൽ വേണമെങ്കിൽ അതെടുക്കാം. അതിനനുസരിച്ച് നമ്മൾ സ്റ്റിക്കിന് എത്രയാണോ ലെങ്ത്ത് അതിനനുസരിച്ച് നമുക്ക് അടുപ്പ് കൊടുക്കാം കേട്ടോ. അപ്പോൾ 5-ലൊന്നും കൂടണ്ട കേട്ടോ. അതിൽ കുറവാണെങ്കിൽ 3, 4, 5 അത് ഈ ഒരു രീതിയിലാട്ടോ എടുക്കേണ്ടത്. ഇനി ഈ സ്റ്റിക്കിലൊന്ന് മാർക്ക് ചെയ്തെടുക്കണ്ടേ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റിക്ക് എത്രയാണോ ലെങ്ത്ത് നോക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് വിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഒരേ സൈസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് എത്ര സൈസാണെന്നൊക്കെ നിങ്ങൾ സ്റ്റിക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക സ്കെയിൽ വെച്ചിട്ട്. ഇനി നമ്മളിതാ ഈ ബോട്ടിലിൻ്റെ അടുപ്പിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു പേപ്പർ പോലത്തെ സാധനമില്ലേ, അതൊന്ന് മാറ്റുന്നുണ്ട്. അതെല്ലാം അടുപ്പിൻ്റെ മാറ്റി കൊടുക്കുക. പിന്നെ ഇതേപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്താണ് കേട്ടോ ആദ്യം ഈ ഒരു സ്റ്റിക്കുമ്മൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഈ അടുപ്പ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അടുത്ത സ്റ്റിക്കും കൂടി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അത് കണ്ടില്ലേ, ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ സ്റ്റിക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കമ്പൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അതായാലും മതി. ഇനി ഇതിൻ്റെ ബാക്കിൽ നമ്മൾ 2 എണ്ണം ഒട്ടിച്ചില്ലേ, അതിൻ്റെ മിഡിലായിട്ട് ഒന്നും കൂടി ഒട്ടിച്ചെടുക്കുക. അങ്ങനെ 3 എണ്ണം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഫ്രണ്ട് ഭാഗത്ത് വേണ്ട കേട്ടോ, ബാക്കിലായിട്ടാണ് വരുന്നത്. അങ്ങനെ ഇനി ബാക്കിയുള്ളത് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അപ്പോൾ അടുത്തത് ആ മാർക്ക് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ ഒട്ടിച്ചെടുക്കുക. ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി മാർക്ക് ചെയ്യാതെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി മാർക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പിന്നെ എടുക്കും മോള് വന്നിട്ട് ചെയ്യുന്നുണ്ട്. അവൾക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അവളതായ സ്റ്റൈലിൽ തന്നെ ചെയ്ത് വെക്കാറുമുണ്ട് കേട്ടോ. ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് അവൾക്ക് ഒട്ടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്ന് കൈ പിടിച്ച് കൊടുത്തതേ ഉള്ളൂ, കൈ പൊള്ളിപ്പോകണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ കണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് തന്നെ തോന്നില്ലേ. ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ പെയിൻറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലുക്കാവും. ഇതിപ്പോൾ പ്രത്യേകിച്ചും ഇതിൻ്റെ ആ ബോട്ടിലിൻ്റെ അടപ്പ് എന്താ പറയുക, ഗോൾഡൻ കളറും ആ സ്റ്റിക്കും എല്ലാം കൂടി കണ്ടിട്ടാണ് ഇത്ര ഭംഗി തോന്നുന്നത്. ഇനി നമ്മളിതാ ഇതേപോലെ മുത്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. 3 എണ്ണത്തിൻ്റെ സ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് ആ മുത്തൊട്ടിച്ചു കൊടുക്കുക. എല്ലാം നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനും 3 എണ്ണം ഞാനിതാ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മാലൻ്റെ മുത്തൊക്കെ ഉണ്ടാവുമല്ലോ, കുട്ടികളെല്ലാം വീടാകുമ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അടുത്ത് മുത്തില്ല എന്നുള്ളതെങ്കിൽ ഒട്ടിക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. സ്പ്രേ പെയിൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ സാധാ പെയിൻറ്റും മതി കേട്ടോ. പിന്നെ കളറൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഗോൾഡൻ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും ഗോൾഡൻ കളറാണ് കേട്ടോ അധികം ചൂസ് ചെയ്യാറുള്ളത്. അതാകുമ്പോൾ നല്ലൊരു ലുക്കാണ് കേട്ടോ. ഗോൾഡനും ആഷൊക്കെ കാണുമ്പോൾ നല്ല ലുക്കല്ലേ. നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ ഗോൾഡൻ കളറിൽ വരുന്ന ഡെക്കറൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയല്ലേ. അപ്പം ഞാൻ അടിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് കാണിക്കുന്നത്. അടിക്കുമ്പോൾ കാണിക്കാത്തത് എപ്പോഴും പറയാറുണ്ട്. റൂമിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. അതും രാത്രിയാണ് കേട്ടോ ചെയ്യാറ്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ സ്പ്രേ പെയിൻറ്റ് അടിക്കുന്നത് കാണിക്കാത്തത്. അപ്പോൾ കണ്ടില്ലേ, നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അത് എന്താ പറയുക, ഞാനിവിടെ കുഞ്ഞു കുഞ്ഞ് ഡോൾസാട്ടോ വെക്കുന്നത്. കിൻഡർ ജോയിൽ കിട്ടുന്ന ഡോൾസ് ഇല്ലേ, അതാണത്. മോളടുത്ത് ഒരുപാട് ഡോൾസ് ഉണ്ട് ഇങ്ങനത്തെ. അതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നല്ല ലുക്കിൽ നിൽക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് സ്റ്റോറേജ് ചെയ്ത ചെറിയ സേഫ്റ്റി പിന്നൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ റിങ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ,
അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സെറ്റ് ചെയ്യുന്നതൊക്കെ എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് കുഞ്ഞു കുഞ്ഞ് ഡോൾസ് കുഞ്ഞു കുഞ്ഞിതൊക്കെ ആകുമ്പോൾ നല്ല ലുക്കാണ് കേട്ടോ. അത് നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് കണ്ടാൽ പറയേയില്ല കേട്ടോ, നല്ല ലുക്കാണ്. പിന്നെ ബോട്ടിലിൻ്റെ അടപ്പെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരേ സൈസിലുള്ളത് തന്നെ എടുക്കാം കേട്ടോ. ഒരേ ബോട്ടിലിൻ്റെ തന്നെ ആവണമെന്നില്ല, ഒരേ ബോട്ടിലിൻ്റെ ആയാൽ ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഒരേ സൈസിലുള്ള ഒരേപോലത്തെ ബോട്ടിലാട്ടോ എടുത്തിട്ടുള്ളത്. ഒരേ സൈസ് ആവണം കേട്ടോ, എന്തായാലും ഒരേ സൈസായിട്ട് ആവുന്നതാട്ടോ നല്ലത്. അപ്പോൾ ഞാനിതാ ഇതിലൊക്കെ ഡോൾസ് വെച്ചിട്ടൊന്ന് കാണിക്കാം കേട്ടോ. ആദ്യം ഇതേപോലത്തെ വേറെ ഒന്നും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നേ, അത് 4 അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ആ 4 അടപ്പും ഡിഫറെൻറ്റ് ബോട്ടിലിൻ്റെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിനുള്ളത് 2 സ്റ്റിക്കായിരുന്നു ഒട്ടിച്ച്, ഞാനിതിപ്പോൾ 3 സ്റ്റിക്ക് ഒട്ടിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ബോട്ടിലിൻ്റെ അടപ്പ് വരുന്നതിനനുസരിച്ച് സ്റ്റിക്ക് 3 എണ്ണം തന്നെ ആവുന്ന കേട്ടോ നല്ലത്. അപ്പം മറിഞ്ഞൊന്ന് വെക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പം പിന്നെ അത്ര വെയിറ്റ് ഉള്ളതൊന്നും വെക്കൂലല്ലോ, ചെറിയ ചെറിയ ഐറ്റംസ് അല്ലേ വെക്കുള്ളൂ. അപ്പോൾ കാണാനും നല്ല ലുക്കാണ്, കണ്ടില്ലേ നല്ല ലുക്കാണ് കേട്ടോ കാണാൻ. ഇത് ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ കാണിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അത്ര ഒരു ക്ലിയർ ആയിട്ട് കാണാത്തത്. ബാക്ക് ക്യാമറയിൽ കാണുമ്പോൾ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് വീഡിയോ എടുക്കാറ്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്തത് ഇതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ്. അടുത്ത ഞാനിത് ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്, ഗ്ലാസിൻ്റെ പ്ലേറ്റാണ്. ഈ പ്ലേറ്റിൻ്റെ മിഡിലായിട്ട് ഒരു ലൈൻസ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, ഒന്നായിട്ട് അങ്ങനെ പൊട്ടിയിട്ടില്ല, പക്ഷേ ആ ലൈൻസ് വന്നതുകൊണ്ട് തന്നെ നമ്മളത് ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നേ. ഇതിലൂടെ എത്രമാത്രം അങ്ങനെ കാണുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇതിനൊന്ന് ഒരു അടിപൊളി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഒരു റോപ്പ് എടുത്തിട്ടുണ്ട്, ഏത് കളറും എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എടുത്തിട്ടുണ്ട്, എന്നിട്ട് മിഡിലായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം കേട്ടോ. പ്ലേറ്റ് ഫുള്ള് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം, പക്ഷേ ഞാൻ ഫുള്ള് ഒട്ടിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒട്ടിക്കുന്നുള്ളേ. പിന്നെ ഫുള്ള് ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഫുള്ള് ഒട്ടിക്കാം, പക്ഷേ ഫുള്ള് ഒട്ടിക്കുന്നതിനെക്കാട്ടി നല്ലത് കുറച്ച് ഭാഗങ്ങളിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കുറച്ചൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം വേണമെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് ഒട്ടിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങളിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതാ മോള് പിന്നെയും ഇത് ഒട്ടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ആൾ. പിന്നെ ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ വരും, ഞാനും ഒട്ടിക്കട്ടെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ വീഡിയോയും ഭയങ്കര സ്പീഡാണെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ചില ഭാഗങ്ങളിലൊക്കെ ഞാൻ നല്ല സ്പീഡായിട്ട് കാണിക്കാറുണ്ട്, ഒട്ടിക്കുന്ന ഭാഗങ്ങളൊക്കെ അല്ലേ, അതൊക്കെ പിന്നെ സ്പീഡാക്കി തന്നെ കാണിക്കുന്നതാട്ടോ. ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ സ്പീഡാക്കുന്നതേ ഉള്ളൂ. ഇനി ഞാൻ നോക്കാം കേട്ടോ, ചില ഭാഗങ്ങളൊക്കെ സ്പീഡ് കുറച്ച് കാണിക്കാം കേട്ടോ. എന്താ വെച്ചാൽ ഒട്ടിക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു സംഭവമല്ലേ, അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ബാക്കി അങ്ങോട്ട് സ്പീഡാക്കുന്നതാട്ടോ. അപ്പോൾ ഇനി ഞാനതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിതാ ഇത്രത്തോളമാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. ഇതിൽ ഫുള്ളായിട്ട് തന്നെ ഒട്ടിക്കേണ്ടവർക്ക് ഒട്ടിക്കുക, പക്ഷെ എനിക്കിതാണ് ഭംഗിയെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ എത്രത്തോളമാണ് ചെയ്തിട്ടുള്ളത്, ഫുള്ളാക്കുന്നില്ല കേട്ടോ. ഇനി ഞാനിതാ പെയിൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട്, നേരത്തെ പോലെ തന്നെ സ്പ്രേ പെയിൻ്റ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗ്ലൂ ഗണ്ണിൻ്റെ നാര് പറിക്കാൻ മറന്നൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണേ. അപ്പോൾ അതാ നല്ല ലുക്കായിട്ടുണ്ട്. ഇനി സ്പ്രേ അടിക്കേണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തോളം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അത്ര വരെ ചെയ്താൽ മതി കേട്ടോ. പക്ഷേ സ്പ്രേ പെയിൻറ്റും കൂടി അടിക്കുമ്പോൾ നല്ലൊരു ലുക്കാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ എക്സ്ട്രേ വെച്ചിട്ടുള്ള ഒരു ബേസാട്ടോ വെച്ച് കൊടുക്കുന്നത്. അത് വെച്ച് ടേബിളിൽ സെറ്റ് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 2 ഐഡിയാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനിതാ ഒരു കുക്കിംഗ് വീഡിയോ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. വ്ളോഗും കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു വീഡിയോ ഇടുന്നില്ല കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റിലേക്കായിട്ട് ഇങ്ങനെ കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാനിതാ ഉണ്ടാക്കുന്ന ഐറ്റം വെറൈറ്റി ആണോ എന്ന് ചോദിച്ചാൽ വെറൈറ്റി ഒന്നുമല്ല കേട്ടോ, എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഞാൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതാട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 സവാള ആട്ടോ എടുത്തിട്ടുള്ളത്. അതതാ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില അതെല്ലാം ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഉപ്പ് ആവശ്യത്തിന് എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കടലമാവ്, അരിപ്പൊടി, അതെല്ലാം മൈദമാവ് എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മൈദമാവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാതെ കൈ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സ് ചെയ്തതിന് അരമണിക്കൂർ ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അതിന് ശേഷം ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നല്ല ചായൻ്റെ കൂടെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഐറ്റമാണ്. വളരെ സിമ്പിളാണ്. എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാവരുടെ വീട്ടിലെന്തായാലും സവാള എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ, അത് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ നല്ലതുപോലെ ചൂടായ ഓയിലിലേക്ക് ഇതേപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഭാഗം ഒരു ബ്രൗൺ കളറായതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് എന്താ പറയുക കോരിയെടുക്കുക കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ട്രിപ്പും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ഒനിയൻ പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇത് ചായൻ്റെ കൂടെ കഴിക്കാനാട്ടോ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ആയിരിക്കും ചെയ്യുക. അപ്പം എൻ്റെ എല്ലാവരും ചെയ്യുന്ന ഐറ്റം തന്നെ ആയിരിക്കുമെങ്കിലും കുക്കിംഗ് ആയതുകൊണ്ട് തന്നെ പലരും പല സ്റ്റൈലായിരിക്കില്ല ഉണ്ടാക്കുക. ഓരോ സ്ഥലത്തിലും ചില സ്ഥലങ്ങളിലായാലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അതേപോലെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ എനിക്കറിയുന്നത് പോലാണ് കേട്ടോ, ഞാൻ ചെയ്യുന്നത് പോലാണ് ഇതുണ്ടാക്കി കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടല്ലോ, നല്ല അടിപൊളി റൈറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ കുക്കിംഗ് വീഡിയോസൊക്കെ ഞാനിങ്ങനെ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. എന്നാൽ നമുക്ക് വേണ്ടപ്പാക്കിയാലോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. പിന്നെ അതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാം വഴി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തതേപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.